അബുദാബിയിലെ ഉയർന്ന നിലവാരമുള്ള ഒരു അപ്പാർട്ട്മെന്റ് സമുച്ചയത്തിലെ 14-ാം നിലയിലെ ഫ്ളാറ്റ് നമ്പർ 1403-ൽ ആൻഡ്രിയ കൊളീൻ ഒരു പാത്രം സാലഡ് ഉണ്ടാക്കുകയായിരുന്നു. ആധുനികമായ അടുക്കള, തിളങ്ങുന്ന പ്രതലങ്ങൾ, വിലകൂടിയ കിച്ചൺ ടോപ്പുകൾ, ഇതെല്ലാം അവർക്ക് സ്വന്തം ജീവിതത്തെക്കുറിച്ച് കൂടുതൽ അസംതൃപ്തി നൽകുന്നതായിരുന്നു. 6 മാസങ്ങൾക്കു മുൻപാണ് ആൻഡ്രിയയ്ക്ക് തന്റെ ജോലി നഷ്ടപ്പെട്ടത്. ഒരു അന്താരാഷ്ട്ര ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിലെ ഉയർന്ന ഉദ്യോഗസ്ഥയായിരുന്നു അവൾ. ഒരുപാട് യാത്രകൾ, വലിയ ശമ്പളം, ആഡംബര പാർട്ടികൾ, അതായിരുന്നു അവളുടെ ജീവിതം. എന്നാൽ ഒരു രാത്രി പെട്ടെന്ന് എല്ലാം തകർന്നു. സാമ്പത്തിക മാന്ദ്യം കാരണം ബാങ്ക് അവളുടെ സ്ഥാനം വെട്ടിച്ചുരുക്കിയപ്പോൾ ആൻഡ്രിയയുടെ ആകാശക്കൊട്ടാരം നിലംപതിച്ചു. ആ വീഴ്ചയിൽ അവൾക്ക് നഷ്ടപ്പെട്ടത് വെറുമൊരു ജോലിയല്ല, മറിച്ച് അവളുടെ വ്യക്തിത്വവും സമൂഹത്തിലെ സ്ഥാനവുമായിരുന്നു. സ്വയം ഒരു ശൂന്യതയിലേക്ക് വീണുപോയതായി അവൾക്ക് തോന്നി. ആ ഒഴിവു സമയങ്ങൾ ആൻഡ്രിയയെ കൂടുതൽ അസ്വസ്ഥയാക്കി. ജീവിതത്തിലെ സന്തോഷം മറ്റുള്ളവരുടെ മേൽ അധികാരം ചെലുത്തുന്നതിലൂടെയാണ് ലഭിക്കുന്നതെന്ന് അവൾ വിശ്വസിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ അവൾക്കതിന് കഴിയില്ല. ആ നിരാശയും ദേഷ്യവും അവൾ മറ്റുള്ളവരിലേക്ക് തിരിച്ചുവിട്ടു. ആൻഡ്രിയയുടെ മനസ്സിൽ അസൂയയുടെ വേരുകൾ ആഴത്തിലിറങ്ങി. സ്വന്തം ജീവിതം ഒരു വടുപോലെയായപ്പോൾ മറ്റുള്ളവരുടെ ജീവിതത്തിലെ ചെറിയ സന്തോഷങ്ങൾ പോലും അവൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. തന്റെ ജീവിതത്തിലെ ദൗർഭാഗ്യം മുഴുവൻ അയൽവാസികളുടേതാണെന്ന് അവൾ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു. അവളുടെ അസൂയയുടെ പ്രധാന ലക്ഷ്യം 1402-ലെ അൽ മൻസൂർ കുടുംബമായിരുന്നു. ഈ അറബ് കുടുംബം ആൻഡ്രിയയ്ക്ക് ഒരു കടങ്കഥയായിരുന്നു. അവർക്കെങ്ങനെ ഇത്രയും വലിയ ഫ്ളാറ്റ് സ്വന്തമാക്കാൻ കഴിഞ്ഞുവെന്നതിനെക്കുറിച്ച് അവൾ പലപ്പോഴും അത്ഭുതപ്പെട്ടിരുന്നു. അവർ വളരെ ശാന്തരും സ്വസ്ഥരുമായ മനുഷ്യരായിരുന്നു. അവരുടെ വീട്ടിൽ ഒരിക്കലും വലിയ പാർട്ടികളോ ബഹളങ്ങളോ ഉണ്ടായിരുന്നില്ല. ഈ നിശബ്ദത ആൻഡ്രിയയ്ക്ക് കൂടുതൽ സംശയമുണ്ടാക്കി. അസൂയയ്ക്ക് അന്ധതയുണ്ട്. അൽ മൻസൂർ കുടുംബത്തിന്റെ സ്വസ്ഥമായ ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ അവരുടെ സമ്പത്തിനെക്കുറിച്ചുള്ള സംശയങ്ങൾ അവളുടെ മനസ്സിൽ നിറഞ്ഞു. അങ്ങനെയിരിക്കുമ്പോഴാണ് ആൻഡ്രിയ അലീനയെ ശ്രദ്ധിച്ചു തുടങ്ങിയത്. ചൊവ്വാഴ്ചകളിലും വ്യാഴാഴ്ചകളിലും കൃത്യം 8 മണിക്ക് അവൾ വരും. ഒരു താക്കോൽ ഉപയോഗിച്ച് വാതിൽ തുറന്നകത്തേക്ക് കയറും. ആൻഡ്രിയ അലീനയെ നിരീക്ഷിക്കുന്നതൊരു വിനോദമാക്കി മാറ്റി. ഓരോ ആഴ്ചയും അവൾ വരുമ്പോൾ ആൻഡ്രിയയുടെ മനസ്സിൽ സംശയങ്ങൾ വേരുറച്ചു. ഇവർക്ക് സ്വന്തമായ ഒരു വീട്ടുജോലിക്കാരിയുള്ളപ്പോൾ ഈ യുവതിയെ എന്തിനാണ് അവർ എല്ലാ ആഴ്ചയും വരുത്തുന്നത്? ഇതിലെന്തോ ഒരു രഹസ്യമുണ്ട്. ഒരുപക്ഷേ ഈ സ്ത്രീ മോഷണ സംഘത്തിലെ അംഗമായിരിക്കും, അവൾ മനസ്സിൽ പറഞ്ഞു. ആൻഡ്രിയ ഒരു പാത്രം സാലഡ് എടുത്ത് തന്റെ ലിവിംഗ് റൂമിലെ ജനലിന്റെ അടുത്തേക്ക് നടന്നു. അവിടെ നിന്ന് 1402-ലെ വാതിൽ വ്യക്തമായി കാണാം. അലീന അകത്തേക്ക് കയറിയതും ആൻഡ്രിയയുടെ കണ്ണുകൾ കൂടുതൽ ജാഗ്രതയോടെ തിളങ്ങി. അവൾ മൊബൈലെടുത്ത് ഫോൺ ചെയ്യാൻ തുടങ്ങി. എന്താണ് അകത്തെ നടക്കുന്നതെന്ന് നോക്കാം, അവൾ സ്വയം പറഞ്ഞു. അവരെ അവരുടെ യഥാർത്ഥ സ്ഥാനത്തെത്തിക്കാൻ സമയം അതിക്രമിച്ചു. ആൻഡ്രിയയുടെ മനസ്സ് ഒരു വലിയ സ്ഫോടനത്തിനു മുൻപുള്ള ശാന്തത പോലെയായിരുന്നു. അതേസമയം അപ്പാർട്ട്മെന്റിനുള്ളിൽ അലീന മാത്തെ തന്റെ ജോലിയിൽ മുഴുകിയിരുന്നു. പുറത്തു നടക്കുന്നതൊന്നും അവൾ അറിഞ്ഞില്ല. എന്നാൽ ആൻഡ്രിയ വിചാരിച്ചതുപോലെ അലീന ഒരു സാധാരണക്കാരിയായിരുന്നില്ല. അവളുടെ ഉള്ളിൽ ആഴത്തിൽ വേരുറച്ച ഒരു വലിയ ആത്മവിശ്വാസവും അന്തസ്സുമുണ്ടായിരുന്നു. ഈ ആത്മവിശ്വാസം ജീവിതത്തിലെ ഒരുപാട് ദുരിതങ്ങളിൽ നിന്നും പരാജയങ്ങളിൽ നിന്നും അവൾ നേടിയെടുത്തതായിരുന്നു. അലീനയുടെ ഓർമ്മകൾ അവളുടെ കൗമാരത്തിലേക്ക് പറന്നു. കേരളത്തിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസം നേടാൻ സാധിക്കാതെ കുടുംബത്തിന്റെ ബാധ്യതകൾ കാരണം അവൾക്കൊരു വീട്ടുജോലിക്കാരിയായി ദുബൈയിലേക്ക് വരേണ്ടിവന്നു. ആദ്യകാലങ്ങളിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവൾക്ക് നേരിടേണ്ടിവന്നു. എങ്ങനെയോ വിസ ശരിയാക്കി ദുബൈയിലെത്തിയ അവൾക്ക് അവിടെ ആദ്യമായി കിട്ടിയ ജോലി ഒരു സമ്പന്ന കുടുംബത്തിലായിരുന്നു. എന്നാൽ ആ വീട്ടിലെ ജീവിതം വളരെ ദുരിതപൂർണമായിരുന്നു. എപ്പോഴും സംശയവും കുറ്റപ്പെടുത്തലുകളും. ഒരു ദിവസം അലീന അറിയാതെ ഒരു ഗ്ലാസ് പാത്രം തകർന്നു. അപ്പോൾ ആ വീട്ടിലെ കുട്ടികൾ തങ്ങളുടെ സാധനങ്ങൾ കളഞ്ഞുവെന്ന് അവളോട് വഴക്കുണ്ടാക്കി. ആ വീട്ടിലെ യുവതി അലീനയെ മോഷ്ടാവായി ചിത്രീകരിച്ചു. നീ ഞങ്ങളുടെ സാധനങ്ങൾ മോഷ്ടിക്കാൻ വന്നതാണോ? നിന്നെപ്പോലെയുള്ളവർക്ക് ഈ വീട്ടിൽ എന്തു വിലയുണ്ട്? അവർ ചോദിച്ചു. അന്ന് അലീനയുടെ ഹൃദയം തകർന്നുപോയി. നിരപരാധിയായിരുന്നിട്ടും അവൾക്ക് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വന്നു. ആ സംഭവം അലീനയുടെ മനസ്സിൽ വലിയൊരു മുറിപ്പാടായി മാറി. ആ ദുരനുഭവം അലീനയെ തളർത്തിയില്ല, മറിച്ച് അവളെ കൂടുതൽ കരുത്തുള്ളവളാക്കി. സ്വന്തം ജീവിതം തന്റെ കൈകളിലാണെന്ന് അവൾ മനസ്സിലാക്കി. പിന്നീട് അവൾ ഒരുപാട് പുതിയ ജോലികൾ ചെയ്തു. ഓരോ അനുഭവത്തിൽ നിന്നും അവൾ പുതിയ പാഠങ്ങൾ പഠിച്ചു. ഈ കാലഘട്ടത്തിലാണ് അവൾ അൽ മൻസൂർ കുടുംബത്തെ കണ്ടുമുട്ടിയത്. അവർ അവളെ ഒരു ജോലിക്കാരിയായിട്ടല്ല, മറിച്ച്
ഒരു കുടുംബാംഗത്തെപ്പോലെ കണ്ടു. അൽമൻസൂർ കുടുംബം അലീനയെ അവളുടെ സ്വപ്നങ്ങൾ പിന്തുടരാൻ പ്രേരിപ്പിച്ചു. അതുകൊണ്ടുതന്നെ അലീന പഠനം തുടർന്നു. വർഷങ്ങൾക്കു ശേഷം അബുദാബിയിലെ ഒരു പ്രമുഖ മനുഷ്യാവകാശ സംഘടനയിലെ ലീഗൽ കൗൺസിലറായി അവൾ ജോലിയിൽ പ്രവേശിച്ചു. പ്രവാസികളായ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ അവൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അൽമൻസൂർ കുടുംബവുമായുള്ള അവളുടെ സൗഹൃദം അന്നും തുടർന്നു. ഒരു ഗവേഷണത്തിന്റെ ഭാഗമായി അലീന ഇപ്പോഴും അവരുടെ വീട്ടിൽ പഴയതുപോലെ ജോലികൾ ചെയ്തു. ഈ വീട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ അവളുടെ ഗവേഷണത്തിനാവശ്യമായ ഒരുപാട് വിവരങ്ങൾ നൽകി. അടുക്കളയിൽ നിന്ന് ഫോൺ സംഭാഷണം തുടർന്നുകൊണ്ട് ആൻഡ്രിയ ലിവിംഗ് റൂമിലേക്ക് നടന്നു. അവളുടെ ശബ്ദമുയർന്നു. ഹലോ പോലീസ്, ഞാൻ പറഞ്ഞതനുസരിച്ച് നിങ്ങൾ വേഗം വരില്ലേ? എനിക്കെന്തോ ഒരു ഭയം തോന്നുന്നു. അവൾ ഒറ്റയ്ക്കല്ല, ഒരുപക്ഷെ ഒരു സംഘത്തിന്റെ ഭാഗമായിരിക്കും. ഈ ഫ്ളാറ്റിൽ ഒരു വലിയ കൊള്ള നടക്കാൻ പോകുകയാണെന്ന് എനിക്ക് തോന്നുന്നു. ആൻഡ്രിയയുടെ നാടകീയമായ വാക്കുകൾ അവളുടെ മനസ്സിലെ അസൂയയെ മറച്ചുവെക്കാൻ ശ്രമിക്കുന്നതുപോലെയായിരുന്നു. പോലീസ് ഫോണിലൂടെ അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. മാഡം, നിങ്ങൾ ശാന്തമായിരിക്കുക, ഞങ്ങൾ ഉടനവിടെ എത്തും. ആൻഡ്രിയ ഒരു പുഞ്ചിരിയോടെ മറുപടി പറഞ്ഞു. എനിക്കൊരു ഭയവുമില്ല, ഞാൻ ഇവിടെയുണ്ട്. അവർ അകത്ത് എന്തൊക്കെയോ വലിച്ചുവാരിയിടുന്നുണ്ട്. ആൻഡ്രിയ ഒരു നുണ പറഞ്ഞു. അലീന അവിടെ ഫർണിച്ചറുകൾ വൃത്തിയാക്കുകയായിരുന്നു എന്ന് അവൾക്കറിയാമായിരുന്നു. അതേസമയം അൽ മൻസൂർ കുടുംബത്തിന്റെ വീടിന്റെ അകത്ത് അലീന ഒരു ചെറിയ ചിരിയോടെ ഫോണിൽ സംസാരിച്ചു. ഹലോ അഹമ്മദ്, ഇന്ന് ഞാൻ നേരത്തെ ഇറങ്ങില്ല. ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്റെ അയൽവാസി പോലീസിനെ വിളിച്ചിരിക്കുന്നു. അവൾ എന്നെ ഒരു മോഷ്ടാവായി ചിത്രീകരിക്കുന്നു. അഹമ്മദ് ഒരു പുഞ്ചിരിയോടെ മറുപടി പറഞ്ഞു. അലീന, നിനക്കെന്താണ് വേണ്ടത്? ഞാൻ ഇപ്പോൾ തന്നെ അങ്ങോട്ട് വരാം. പെട്ടെന്ന് ശക്തമായ സൈറനിന്റെ ശബ്ദം കേട്ട് ആൻഡ്രിയയുടെ ഹൃദയം മിടിച്ചു. അവൾ ജനലിലൂടെ പുറത്തേക്ക് നോക്കി. 3 പോലീസ് കാറുകൾ ഫ്ളാറ്റിന്റെ താഴെ വന്ന് നിൽക്കുന്നു. ഈ നിമിഷം ആൻഡ്രിയയ്ക്കൊരു വലിയ സന്തോഷം നൽകി. അവസാനം ഞാൻ വിജയിച്ചു, അവൾ മനസ്സിൽ മന്ത്രിച്ചു. അലീനയുടെ മുഖത്ത് ഭയത്തിന്റെ ഒരു ഭാവം പോലും ഉണ്ടായിരുന്നില്ല. അവൾ ഒരു ദീർഘശ്വാസമെടുത്തു, ഫോൺ വെച്ചു, വാതിലിന്റെ അടുത്തേക്ക് നടന്നു. ആൻഡ്രിയ ഒരു നല്ല അയൽക്കാരിയെപ്പോലെ പെരുമാറി. അവൾ ലിഫ്റ്റിൽ നിന്നിറങ്ങി പോലീസുകാരെ സമീപിച്ചു. സർ, ഞാൻ നിങ്ങളെ സഹായിക്കാൻ വന്നതാണ്. അവർ അകത്തുണ്ട്. എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ഞാൻ തയ്യാറാണ്. അവളുടെ ശബ്ദം വിറച്ചു. പക്ഷെ അത് ഭയം കൊണ്ടായിരുന്നില്ല, മറിച്ച് ആവേശം കൊണ്ടായിരുന്നു. പോലീസുകാരായ ഓഫീസർ അലി, ഖാലിദ്, ഹമീദ് എന്നിവർ അൽമൻസൂർ കുടുംബത്തിന്റെ വീടിന്റെ അടുത്തേക്ക് നടന്നു. അവർ വാതിലിൽ മുട്ടുന്നതിനു മുൻപ് തന്നെ അലീന വാതിൽ തുറന്നു. അകത്തെല്ലാം വൃത്തിയായി വെച്ചിരിക്കുന്നു. അലീന ഒരു ചെറിയ ചിരിയോടെ പോലീസുകാരെ നോക്കി. ഗുഡ് മോർണിംഗ് സർ. എന്റെ അയൽവാസി എന്നെക്കുറിച്ച് പരാതി പറഞ്ഞതുകൊണ്ടാണ് നിങ്ങൾ വന്നതെന്ന് എനിക്ക് തോന്നുന്നു. പോലീസുകാർക്ക് അവരുടെ പെരുമാറ്റത്തിൽ അസ്വാഭാവികത തോന്നി. മാഡം, നിങ്ങളുടെ തിരിച്ചറിയൽ കാർഡ് കാണിക്കാമോ? ഓഫീസർ ഖാലിദ് ചോദിച്ചു. അലീന ഒരു സംശയവും കൂടാതെ തന്റെ ID കാർഡ് എടുത്തു. ആൻഡ്രിയയ്ക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഇതൊക്കെ വ്യാജരേഖകളാണ്, അവരൊരു സംഘമാണ്. അലീന ശാന്തമായി മിസസ് അൽ മൻസൂറിന്റെ നമ്പർ വിളിച്ചു. ആമിന, ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. നിമിഷങ്ങൾക്കകം മിസസ് അൽ മൻസൂർ പോലീസുകാരോട് സംസാരിച്ചു. എന്റെ വിശ്വസ്തയായ അലീനയെ നിങ്ങൾക്കെങ്ങനെയാണ് സംശയിക്കാൻ കഴിയുന്നത്? അവൾ എന്റെ കുടുംബത്തിലെ ഒരു അംഗമാണ്. ആമിനയുടെ വാക്കുകൾ ആൻഡ്രിയയെ ഞെട്ടിച്ചു. എന്നിട്ടും അവൾ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. ഇതൊക്കെ അവരുടെ തട്ടിപ്പാണ്, അവൾ ആവർത്തിച്ചു. അപ്പോഴാണ് ഒരു കറുത്ത കാർ മുന്നിൽ വന്നു നിന്നത്. അതിൽ നിന്നിറങ്ങിയ ഉദ്യോഗസ്ഥനെ കണ്ട് ആൻഡ്രിയയ്ക്കൊരു ചെറിയ ഭയം തോന്നി. അദ്ദേഹം സാമൂഹ്യക്ഷേമ വകുപ്പിലെ ജാസിമായിരുന്നു. ജാസിം ആൻഡ്രിയയോട് തിരിഞ്ഞുനിന്നു. മാഡം, നിങ്ങളെന്താണ് പറയുന്നത്? ഈ കുടുംബത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? അലീനയുടെ മുഖത്തൊരു പുഞ്ചിരിയുണ്ടായിരുന്നു. അവൾ ജാസിമിനോട് പറഞ്ഞു, സർ, എന്റെ കയ്യിലുള്ള ഈ കാർഡ് വെറുമൊരു തിരിച്ചറിയൽ കാർഡല്ല. ഇതെന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയമാണ്. അവൾ തന്റെ പേഴ്സിൽ നിന്ന് മറ്റൊരു കാർഡെടുത്തു. ആ കാർഡ് കണ്ടപ്പോൾ പോലീസുകാരുടെയും ജാസിമിന്റെയും മുഖം മാറി. ഈ കാർഡ് എന്റെ യഥാർത്ഥ ഐഡന്റിറ്റിയാണ്, അലീന പറഞ്ഞു. എന്റെ പേര് അലീന മാത്യു. ഞാൻ അബുദാബിയിലെ പ്രശസ്തമായ ഒരു മനുഷ്യാവകാശ സംഘടനയുടെ ഡയറക്ടറാണ്. മിസ്സിസ് അൽ മൻസൂർ എന്റെ പഴയ സുഹൃത്താണ്. ഞാനിപ്പോൾ ഒരു ഡോക്ടറേറ്റ് ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലുള്ള കേസുകൾ പഠിക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ വന്നത്. അലീനയുടെ വാക്കുകൾ ആൻഡ്രിയയുടെ ഹൃദയത്തിൽ ഒരു ഇടിമിന്നൽ പോലെയായിരുന്നു. ജാസിം ആൻഡ്രിയയോട് തിരിഞ്ഞു. നിങ്ങളുടെ റിപ്പോർട്ട് വംശീയ വിവേചനത്തിന്റെ ഒരു കേസായി ഞങ്ങൾ രേഖപ്പെടുത്തും. നിങ്ങളുടെ തെറ്റിദ്ധാരണകൾ ഒരു നിരപരാധിയുടെ ജീവിതം നശിപ്പിക്കാൻ സാധ്യതയുണ്ടായിരുന്നു. ആൻഡ്രിയയുടെ മുഖം നാണക്കേടുകൊണ്ട് ചുവന്നു തൊടുത്തു. പോലീസുകാരും ജാസിമും പോയപ്പോൾ ആൻഡ്രിയയും അലീനയും മാത്രമായി. ആൻഡ്രിയയ്ക്ക് ഒന്നും പറയാൻ കഴിഞ്ഞില്ല.
അലീന അവളോട് വളരെ ശാന്തമായി പറഞ്ഞു. ചിലപ്പോൾ ഏറ്റവും നല്ല പ്രതികാരം നമ്മൾ ആരാണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുക എന്നതാണ്. നിങ്ങളെന്നെ ഒരു വീട്ടുജോലിക്കാരിയായി കണ്ടു, എന്നാൽ ഞാനിതിൽ കൂടുതലായിട്ടുള്ള ഒരാളാണ്. ഈ അനുഭവം എന്റെ ഗവേഷണത്തിൽ ഞാൻ ചേർക്കും. 6 മാസങ്ങൾക്ക് ശേഷം അലീന ഒരു അന്താരാഷ്ട്ര മനുഷ്യാവകാശ കോൺഫറൻസിൽ സംസാരിക്കുന്ന ചിത്രങ്ങൾ പത്രങ്ങളിൽ വന്നു. അതേസമയം ആൻഡ്രിയ കൊളീന്റെ ജീവിതം തകർന്നു. ആ സംഭവം അവരെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തി. അയൽക്കാർ അവളോട് സംസാരിക്കാൻ കൂട്ടാക്കിയില്ല. അവൾ താമസിച്ചിരുന്ന വില്ല ഒഴിവാക്കാൻ അവൾ നിർബന്ധിതയായി. ആൻഡ്രിയയ്ക്ക് അവളുടെ വീട് വളരെ കുറഞ്ഞ വിലയ്ക്ക് വിൽക്കേണ്ടി വന്നു. അവൾ പിന്നീട് ഒരു ചെറിയ അപ്പാർട്ട്മെന്റിലേക്ക് താമസം മാറ്റി. അവൾക്ക് തന്റെ അഹങ്കാരം കാരണം എല്ലാം നഷ്ടമായി. ഒരു ദിവസം ആൻഡ്രിയ ഒരു പാർക്കിൽ ഇരിക്കുകയായിരുന്നു. അവളൊരു പത്രം വായിച്ചു. അതിൽ അലീനയെക്കുറിച്ചൊരു ലേഖനമുണ്ടായിരുന്നു. അവൾക്ക് അലീനയുടെ ജീവിതത്തിലെ വിജയത്തെക്കുറിച്ച് മനസ്സിലായി. അവൾക്ക് തന്റെ തെറ്റുകൾ ഓർത്ത് ദുഃഖം തോന്നി. അലീനയോട് മാപ്പ് പറയാൻ അവൾ ആഗ്രഹിച്ചു. അവസാനം ആൻഡ്രിയ അലീനയെ കാണാൻ തീരുമാനിച്ചു. അവൾ അലീനയുടെ പുതിയ ഓഫീസിലേക്ക് പോയി. വാതിൽ തുറന്നപ്പോൾ അലീന ആൻഡ്രിയയെ കണ്ടു. അലീനയുടെ മുഖത്ത് ഒരു ചെറിയ ചിരിയുണ്ടായിരുന്നു. ആൻഡ്രിയയ്ക്ക് ഒന്നും പറയാൻ കഴിഞ്ഞില്ല. ഞാൻ നിങ്ങളോട് മാപ്പു ചോദിക്കാൻ വന്നതാണ്, ആൻഡ്രിയ പറഞ്ഞു. അലീന പുഞ്ചിരിച്ചു. നിങ്ങൾക്ക് എന്നോട് മാപ്പു ചോദിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചുവെന്ന് എനിക്കറിയാം. അലീന ഒരു മനഃശാസ്ത്രജ്ഞ കൂടിയായിരുന്നു. അവൾ ആൻഡ്രിയയ്ക്ക് ഒരു പുതിയ ജീവിതം നൽകാൻ ആഗ്രഹിച്ചു. എന്റെ സംഘടനയിൽ നിങ്ങൾക്ക് ഒരു ജോലി നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു, അലീന പറഞ്ഞു. ആൻഡ്രിയയ്ക്ക് അത് വിശ്വസിക്കാനായില്ല. അങ്ങനെ ആൻഡ്രിയയ്ക്ക് ഒരു പുതിയ ജീവിതം ലഭിച്ചു. അവൾക്ക് അലീനയുടെ സഹായം ലഭിച്ചു. ഈ ലോകത്ത് ആളുകൾ എങ്ങനെയാണ് വംശീയമായ മുൻവിധികളോടെ പെരുമാറുന്നതെന്നും എന്നാൽ സ്നേഹത്തിനും സഹാനുഭൂതിക്കും അത് തിരുത്താൻ കഴിയുമെന്നും ഈ കഥ കാണിച്ചു തരുന്നു.